താമരശ്ശേരി ചുരം പാതയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടരുന്നു. റോഡിലേക്ക് പതിച്ച പാറകൾ പൊട്ടിച്ച് നീക്കം ചെയ്യുകയാണ്. റോഡിൽ നിന്ന് 80 മീറ്റർ ഉയരത്തിൽ നിന്നാണ് പാറകൾ പതിച്ചത്. മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബദൽ റോഡിനെ കുറിച്ചുള്ള ചർച്ചകളും ഉയർന്നു വരുന്നു. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് റോഡിലെ പാറകൾ പൊട്ടിച്ചു നീക്കാനുള്ള നടപടികൾ തുടങ്ങിയത്. പാളികളായ കൂറ്റൻ പാറകളാണ് ഇടിഞ്ഞു വീണത്. ഉച്ചയ്ക്ക് ശേഷം ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. മണ്ണിടിച്ചിലുണ്ടായ പ്രഭവകേന്ദ്രത്തിൽ വിവിധ വകുപ്പുകളുടെ പരിശോധന പൂർത്തിയാക്കി. എവിടെയും വിള്ളൽ ഭീഷണിയില്ല എന്നാണ് കണ്ടെത്തൽ. അടർന്നു നിൽക്കുന്ന പാറകൾ കൂടി പൊട്ടിച്ചെടുക്കാനാണ് ശ്രമം. പ്രോബ്ലി ബൈ ആഫ്റ്റർനൂൺ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് ഉള്ളത്. വലിയ ക്രാക്ക് ഒന്നും കാണുന്നില്ല. പക്ഷേ ഡ്രോണൊക്കെ നോക്കുമ്പോൾ എന്തായാലും ഒന്നും കൂടി ഒരു ഫിസിക്കലായിട്ടൊന്ന് ഇൻസ്പെക്ഷൻ നമുക്ക് ചെയ്തിട്ട്. മണ്ണിടിച്ചിൽ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ബദൽ പാതകളെക്കുറിച്ചുള്ള ചർച്ചകളും ഉയരുന്നു. വയനാടിൻ്റെ ആവശ്യത്തിന് ഇനിയും കണക്ടിവിറ്റി റോഡുകൾ ഉണ്ടാവണം. അത് ചുരം ബൈപ്പാസ് എന്നുള്ളതും പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ് എന്നുള്ളതും ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ്. അതിനുവേണ്ടിയുള്ള നടപടികളിലേക്ക് കടക്കണം. ബദൽപാത ചർച്ച മാത്രമല്ല, അത് പ്രാവർത്തികമാവുക എന്നുള്ളൊരു വലിയ പ്രതീക്ഷയാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വനനിയമത്തിൻ്റെ ഭാഗമായി കേരള സർക്കാരും കൂടിയും പരസ്പരം സംസാരിച്ചാൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ബദൽപാതയാണ് പടിഞ്ഞാറത്തറ പൂഴിത്തോട്. അത് വന്നാൽ തന്നെ വയനാടിൻ്റെ ഈ ഒരു യാത്രാ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റും. ചുരത്തിൽ കനത്ത മഴയാണ് ഇടവിട്ട് തുടരുന്നത്. ചരക്ക് ലോറികൾ ഉൾപ്പെടെ നിർത്തിയിട്ടിരിക്കുകയാണ്. മറ്റു വാഹനങ്ങൾ നാടുകാണി ചുരത്തെയും കുറ്റ്യാടി ചുരത്തെയും ആശ്രയിക്കുന്നുണ്ട്. 24 വയനാട്.